ഹലോ നമസ്കാരം. നമ്മളപ്പോൾ ഇന്ന് കാണാൻ പോണത് നമുക്ക് വീക്കിലി വൺസ് മാത്രം ചെയ്യാൻ പറ്റുന്ന ടാൻ റിമൂവൽ, ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്, അതേപോലെ സ്കിൻ ക്ലിയർ ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. ഇതാണ് നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ഫേഷ്യലിൻ്റെ ആ ഒരു കിറ്റ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. ഹോം റെമഡീസ് ആണ് കേട്ടോ. ഞാൻ ചെയ്യുന്നുണ്ട്, അമ്മയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതിനായിട്ട് വേണ്ടത് അലോവേരയാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് എടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ഈ ഒരു സമ്മർ സീസണിൽ അലോവേര സ്കിൻ കെയർ നമുക്ക് ഭയങ്കര നല്ലതാണ്, സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കാനൊക്കെ. അപ്പോൾ അലോവേര ഞാൻ രാവിലെ മുറിച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ യെല്ലോ കളറുള്ള ആ ഒരു ദ്രാവകം പോകാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഇതുപോലെ, നമുക്ക് സാധാരണ അറിയാലോ, അലോവേര ജെല്ലെടുക്കുക. അത് നമ്മൾ ആ ഒരു പച്ച കളർ പെടാണ്ട് വേണം എടുക്കാൻ കേട്ടോ. ചിലർക്ക് ചൊറിയും, അതിൻ്റെ സ്കിന്നും ചൊറിയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. തലയിലാവുമ്പോൾ പ്രശ്നമില്ല, കുറച്ച് പച്ച കളർ ഇരുന്നാലും. പക്ഷേ ഫേസിലാവുമ്പോൾ പച്ചക്കളർ അതിൻ്റെ ഒരു സ്കിന്ന് കംപ്ലീറ്റ് നന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം മാത്രം നമ്മൾ അതിൻ്റെ സ്കിന്ന് കളയാതെ ജസ്റ്റ് 2 പീസാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ അലോവേരയ്ക്ക് വേണ്ടി, നമ്മുടെ ഫേഷ്യലിന് വേണ്ടി നമുക്ക് വേണം. അപ്പോൾ എനിക്കും അമ്മയ്ക്കും 2 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഇതുപോലെ സാധാരണ നമ്മൾ അലോവേര നമ്മൾ ജെല്ലെടുക്കുന്ന മാതിരി എടുക്കാം കേട്ടോ. അപ്പോൾ അലോവേര നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആക്കാനും നല്ല മോയ്സ്ചറൈസിങ് ആക്കാനും അതേപോലെ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അലോവേരയുടെ കൂടെ ചേരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ സ്കിന്നിൻ്റെ ടാൻ പെട്ടെന്ന് മാറ്റി നമ്മളെ ബ്രൈറ്റ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം. ആദ്യം നന്നായിട്ട് നമ്മൾ അലോവേര ഈ പൾപ്പ് എടുത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് നല്ല ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് അലോവേര നമ്മൾ പേസ്റ്റ് ആക്കിയതിന് നമ്മൾ ഏകദേശം ഞാനും അമ്മയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സ്പൂൺ അലോവേര ജെല്ലെടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു ക്ലെൻസിങ് ആണ്. നമ്മുടെ ഫേസിൽ അഴുക്കുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാറാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പാണ് ക്ലെൻസിങ്. ഒപ്പം തന്നെ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് നമുക്ക് നല്ല സ്മൂത്തായ മാതിരി ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് റോ മിൽക്കാണ്, അതായത് പച്ചപ്പാല്. പാല് പറ്റാത്തവർക്ക് ഹണി എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ കുക്കുംബറിൻ്റെ ജ്യൂസ് എടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതൊരു കുറച്ചൊരു നമ്മുടെ തിക്കായിട്ടുള്ളത് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആവും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ഒരു ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് എന്തായാലും എൻ്റെയും അമ്മയുടെയും ഫേസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ചെയ്തു തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെയാണ് കാണിക്കുന്നത്. ഞാൻ ഇവിടെ പുറത്തിരുന്ന് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആദ്യം കുറച്ച് ലൈറ്റ് കുറവായിരുന്നു, പിന്നെ കുറച്ചുകൊണ്ട് ലൈറ്റ് ഉണ്ടായിട്ടോ. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പക്ഷെ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അമ്മയുടെ ഫേസിൽ ഇടുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫേസിലേക്ക്, ഞാൻ രാവിലെ ബ്രഷ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് വെറുതെ കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഫേസ് വാഷൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം അഴുക്കുണ്ടാവും. നമ്മൾ രാവിലെ എണീറ്റിട്ട് വേറെ വൃത്തിയാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഈ ഫേസിലേക്ക് ഈ ഒരു നമ്മുടെ മിൽക്കിൻ്റെ ഈ ഒരു മിക്സ്, അലോവേര മിൽക്ക് മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പോഴ്സൊക്കെ നീറ്റാവും. അതേപോലെ കണ്ണിന് ചുറ്റുമൊക്കെ നമുക്ക് ഇട്ടിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ വേണ്ടത് 1 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വെറുതെ നമ്മുടെ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നെക്കിലും ഫേസിലും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് വോയിസ് സെപ്പറേറ്റ് ഇപ്പോൾ കൊടുക്കാത്തത്, ഞാൻ പല്ലെടുത്തിട്ട് സർജറി ചെയ്തിട്ടാണ് പല്ലെടുത്തത്. ഏറ്റവും അണക്കിലെത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ നേരിട്ട് വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ പിടിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാവും നേരിട്ട് കാണുമ്പോൾ. ഞാനിവിടെ അമ്മയ്ക്കും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അമ്മയുടെ ഫേസ് കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ 1 മിനിറ്റോളം മസാജ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം, അതായത് സ്കിന്ന് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്തായ മാതിരിയും അതേപോലെ പെട്ടെന്ന്. അപ്പോൾ ഞാൻ അമ്മയുടെ കഴുത്തിൽ ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് അവസാനം വരെ നോക്കിയറിയാം. കഴുത്തും ഫേസായിട്ട് നല്ല ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് ആഴ്ചയിൽ 1 തവണ ചെയ്യാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിമ്പിളുള്ളവർക്കും, ഇതിലത്തെ സ്ക്രബിങ് എന്ന ആ ഒരു സെക്ഷൻ ഒഴിവാക്കിയാൽ പിമ്പിളുള്ളവർക്കൊക്കെ ചെയ്യാം. നമ്മുടെ ടാനൊക്കെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും ഉണ്ടെങ്കിൽ തന്നെ പോവാനൊക്കെ വെറുതെ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് തുടച്ചെടുക്കാം. അത്രയും ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം.
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു സ്ക്രബിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ നൈസായിട്ടുള്ള അരിപ്പൊടി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് പീൽ പൗഡർ എടുക്കാം. പക്ഷേ ഓറഞ്ച് പീൽ പൗഡർ ഭയങ്കര നൈസാണ്, അധികം അങ്ങോട്ട് തരി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ടെർമറിക്കാണ്. ഞാനിവിടെ എനിക്ക് സാധാരണ നമ്മുടെ കസ്തൂരി മഞ്ഞൾ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ എനിക്ക് പറ്റുന്ന മരമഞ്ഞൾ എടുത്തിരിക്കണേ. അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ, എനിക്ക് അമ്മയ്ക്കാണെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾക്കും കസ്തൂരി മഞ്ഞൾ എടുക്കാം. ഇനി കസ്തൂരി മഞ്ഞൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡർ എടുക്കാം. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ടെർമറിക്കും അലോവേര അതുപോലെ അരിപ്പൊടി ഈ മൂന്നിൻ്റെ മിക്സ് ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമ്മളൊരു കഷ്ണം മാറ്റി വെച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു ഭാഗത്തെ സ്കിന്ന് കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മുടെ വിരലുകൊണ്ടൊന്ന് ഇങ്ങനെ അല്ലെങ്കിൽ കത്തി കൊണ്ടൊന്ന് അതിനൊന്ന് പൾപ്പ് ഒന്ന് പുറത്തേക്ക് ആയ പോലെ നമ്മൾ എടുക്കുക. അപ്പോൾ ഒരു ജ്യൂസ് പുറത്തേക്ക് വരില്ലേ, അപ്പോൾ അതിങ്ങനെ നമ്മൾ ഈ ഒരു മിക്സിൽ മുക്കിയിട്ട് നമ്മൾ ഫേസ് കുറച്ചൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഹാഷായിട്ട് തോന്നും. അല്ലെങ്കിൽ നമ്മുടെ അലോവേര കുറച്ച് ജ്യൂസ് ഒഴിച്ചിട്ട്, ഇത് ജ്യൂസ് ഒഴിക്കേണ്ട കാര്യമില്ല, ഇതിൽ തന്നെ കുറേശ്ശെ പൾപ്പ് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ വരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതേപോലെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കാര എന്നൊക്കെ പറയില്ല ആ സാധനങ്ങൾ, അതേപോലെ നമ്മുടെ ഫേസിലെ ടാനൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറും. അപ്പോൾ മഞ്ഞൾ അലർജി ഉള്ളവർക്ക് ഞാൻ പറഞ്ഞ മാതിരി കോഫി പൗഡർ എടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, കുറച്ച് തരിയായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്താൽ നമുക്ക് പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളിത് ബ്ലെൻഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഈ സംഭവം അലോവേര ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പൾപ്പ് ഇങ്ങനെ കൈകൊണ്ട് നഖം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ചുരണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ മെൽട്ടായി നമ്മുടെ ഫേസിലേക്ക് വരും. നമ്മുടെ ടാനൊക്കെ മാറാനായിട്ടും ഒക്കെ നല്ലതായിട്ട് ഈ സ്ക്രബ് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഈ കംപ്ലീറ്റ് ഈ ഒരു സെറ്റ് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം. കുരുള്ളവർ ഈ ഒരു സ്ക്രബിങ് മാത്രം ഒഴിവാക്കാം കേട്ടോ. ബാക്കി എല്ലാം ചെയ്യാവുന്നതാണ്. ടാനൊക്കെ വരാതിരിക്കാനും സ്കിന്നിന് നീറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. 1 മിനിറ്റോളം ഫേസിൽ വെക്കാം. അപ്പോൾ ഞാൻ അമ്മയ്ക്കും സെയിം നമ്മുടെ മെത്തേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നല്ല ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. സ്കിന്ന് ഭയങ്കരമായിട്ട് സോഫ്റ്റായ മാതിരി ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് ഇത് കുറച്ച് നേരം ഒന്ന് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് നമ്മൾ സാധാരണ ഒരു കോട്ടൺ വെച്ചിട്ട് നമ്മൾ തുടച്ചെടുത്തിട്ട് നമ്മുടെ നെക്കിലും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് നെക്കിൽ ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ അമ്മ മാക്സ് ഇട്ടുകൊണ്ട് അത് ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഫേസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നെക്കും ഫേസും നമ്മൾ ഡിഫറൻസ് കാണാൻ പറ്റും, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ റിമൂവ് ആക്കുമ്പോൾ ഒരു കോട്ടൺ വെച്ചിട്ട് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക സ്കിന്നിലത്തെ ആ ഒരു പോഴ്സിലിരിക്കുന്ന അഴുക്കുകൾ, അതേപോലെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ആയിട്ട് സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് ഇൻസ്റ്റൻ്റ്ലി ടാൻ റിമൂവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഡിഫറൻസ്. അപ്പം ഞാനും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും റിമൂവ് ആക്കിയിട്ടോ എൻ്റെ ഫേസിലത്തെയും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഫസ്റ്റ് ആ ഒരു ഇതിൽ തന്നെ കാണാൻ പറ്റും. അടുത്ത നമ്മൾ ചെയ്യണത് ചെറിയൊരു മസാജിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ബൗൾ എടുത്തിട്ട് വീണ്ടും നമ്മുടെ അലോവേര നമ്മൾ റെഡിയാക്കി മിക്സ് ചെയ്ത് ഇവിടെ പൾപ്പെടുത്ത് ജ്യൂസ് അടിച്ച് വെച്ചിട്ടില്ലേ അതെടുക്കാം. അത് നമ്മൾ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കോഫിയാണ്. എനിക്ക് കോഫിയുടെ സ്ക്രബ്, കോഫി ഫേസ് പാക്ക്, കോഫി മസാജിങ് ജെല്ല് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല സ്യൂട്ടാണ്. നിങ്ങൾക്ക് കോഫി പറ്റുന്നില്ലെങ്കിൽ ക്യാരറ്റ് നന്നായിട്ട് എന്താ പറയുക അടിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് മസാജ് ചെയ്യാൻ എടുക്കാം കേട്ടോ. അലോവേര പ്ലസ് ക്യാരറ്റ് ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ അലോവേര പ്ലസ് നമ്മുടെ ടെർമറിക് എടുക്കാം. അപ്പോൾ ഇത് ആദ്യം നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് എല്ലാവിടെയും തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് റിലാക്സ് ചെയ്ത് പതുക്കെ എല്ലാവിടെയും മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും അതുപോലെ നമ്മുടെ കഴുത്തിലും എല്ലാവിടെയും മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു സ്കിന്ന് നല്ല റിലാക്സ് ആയി, നമ്മുടെ സ്കിന്നിന് നല്ലൊരു റീഫ്രഷിങ് ഫീലും ഒക്കെ നമുക്ക് കിട്ടും. ഒപ്പം തന്നെ സ്കിന്ന് നമുക്ക് ആ ഒരു പഫിനെസ് ഒക്കെ കുറഞ്ഞ് സ്കിന്ന് നല്ലൊരു ഫീൽ ഉണ്ടാവും സ്കിന്നിന്. ജസ്റ്റ് ഒരു കോട്ടൺ വെച്ചിട്ട് നമ്മളിതുപോലെ തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ് നമുക്ക് കാണാൻ പറ്റും. ഈ 3ാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ സ്കിന്ന് കണ്ടില്ലേ. അപ്പം ഞാനും സെയിം അതേ മെത്തേഡ് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫേസിൽ നമ്മൾ ഈ ഒരു നമ്മുടെ മസാജിങ് ജെല്ല് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് നെക്കടക്കം അപ്ലൈ ചെയ്തു. നമ്മളത് കുറച്ച് നേരം മസാജ് ചെയ്തിട്ട് റിമൂവ് ആക്കണം കേട്ടോ.
അവസാനം നമ്മുടെ ഒരു ഫേസ് പാക്കാണ്. നമ്മൾ ബാക്കിയുള്ള നമ്മുടെ അലോവേര മിക്സിലേക്കാണ് നമ്മൾ ഈ ഫേസ് പാക്ക് റെഡിയാക്കാൻ പോണത്. ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്, ടാൻ റിമൂവിങ്, ഇൻസ്റ്റൻറ്റ് ലൈറ്റനിങ് ഒരു ഫേസ് പാക്കാണ്. നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം കേട്ടോ. ഈ ഒരു എല്ലാ മിക്സും ഞാൻ പിന്നെയും പറയുകയാണ് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ പറ്റണം. അതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയാണ് വേണ്ടത് കേട്ടോ. ഗോതമ്പ് പൊടി നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനും അമ്മയും എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സ്പൂണോളം ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. കോഫി പൗഡറിന് പകരം നിങ്ങൾക്ക് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ എടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റ് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഇങ്ങനെ നമ്മുടെ ആ ഒരു താല്പര്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ചിലർക്ക് ഗോതമ്പ് പൊടി പറ്റാത്തവർക്ക് അരിപ്പൊടി എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒപ്പം നമ്മൾ ചേർക്കുന്നത് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതായത് 2 സ്പൂൺ ഗോതമ്പ് പൊടി, 1 സ്പൂൺ കോഫി പൗഡർ, ഒരു 1/2 സ്പൂണോളം നമ്മുടെ അരിപ്പൊടി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു അലോവേര മിക്സിലേക്ക്, വേറെ വെള്ളമൊന്നും വേണ്ട, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു തിക്ക് കൺസിസ്റ്റൻസി അതുപോലെ ഫേസിൽ ഇരിക്കാൻ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ച് നേരം വെക്കണം. അപ്പോൾ വീണ്ടും നല്ലോണം കട്ടയാവുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പാല് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അവസാനം ഈ ഒരു മിക്സ് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചേട്ടൻ അവിടെ വന്ന് എന്തോ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ചിരി വന്നു കേട്ടോ. അപ്പോൾ അതാണ് അമ്മ ചിരിച്ചത്. നമ്മളെല്ലാവരും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ലൈറ്റൻ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അതേപോലെ നമുക്ക് നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് അതാണല്ലോ, ഫേഷ്യൽ കഴിയുമ്പോൾ നല്ലൊരു സ്കിന്ന് നന്നായിട്ടൊരു ബ്രൈറ്റനിങ്ങും അതേപോലെ സ്കിന്ന് നന്നായിട്ടൊരു റീഫ്രഷിങ്ങും റെജുവിനേഷനും ഒക്കെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഫീലിംഗ് ആണ് ഇത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക. നമുക്കിത് എല്ലാവരുടെയും നല്ല തിക്കായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ഒരു 25 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് റിമൂവ് ചെയ്യുമ്പോൾ സാധാരണ മാതിരിയല്ല നമ്മൾ റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ തേച്ചിട്ടാണ് അമ്മയ്ക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മളിത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാല് വെച്ചിട്ട് വേണം ഇതൊന്നും മെൽട്ടാക്കി എടുക്കാൻ. അതായത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇത് ഒട്ടിപ്പിടിക്കും നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇളക്കിയെടുക്കുമ്പോൾ പാല് വെച്ചിട്ട് ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ തൈര് വെച്ചിട്ട് ഇളക്കിയെടുക്കുക. നല്ല അടിപൊളി റിസൾട്ട് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കാണാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പാല് പറ്റില്ലെങ്കിൽ തൈരോ മോരോ ഒക്കെ എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ സ്കിന്നിൽ ഫേസ് പാക്കിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പതുക്കെ സോഫ്റ്റായിട്ടൊന്ന് അതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഫേസ് പാക്കിന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ, അത് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് അതുപോലെ തുടച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്ന് സൂപ്പർബായിട്ട് ലൈറ്റനിങ് ആയി നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ അമ്മ എന്നെ പറയണത് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാട്ടോ, ഞാൻ കേൾപ്പിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അവസാനം പറയണത് എങ്ങനെയുണ്ടെന്ന് കഴിയുമ്പോൾ. അപ്പോൾ എനിക്ക് നമ്മുടെ സംസാരിക്കുമ്പോൾ കുറച്ച് പാടുണ്ട്. എന്താ വെച്ചാൽ തലവേദന, ചെവിവേദന ഒക്കെ ഉണ്ട്. അണക്കിലത്തെ പല്ലെടുത്തപ്പോഴേ പല്ല് വളഞ്ഞിരുന്നായിരുന്നു. ആ പല്ല് ഭയങ്കര സെൻസിറ്റീവായിട്ട് പല്ലിൻ്റെ അടിഭാഗത്ത് വേരൊക്കെ കേടുവന്ന് പല്ലിന് മുകളിലൊന്നും കുഴപ്പമില്ല, പക്ഷെ അടിഭാഗമാണ് ഫുൾ. അപ്പോൾ അതുകൊണ്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എടുത്തപ്പോൾ സർജറി സ്റ്റിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരിട്ടിപ്പോൾ സംസാരിക്കാത്തത്. പിന്നെ നമ്മുടെ ഹോൾ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് മുന്നേ ചെയ്ത വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മയുടെ ഫൈനൽ റിസൾട്ട് അമ്മ തന്നെ പറയണ കേൾക്കാം. ഞാനും അപ്പോൾ അതുപോലെ തന്നെ പാല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തു. അപ്പോൾ ശരിക്കും നല്ലൊരു എന്താ പറയുക, സ്കിന്ന് നന്നായിട്ട് ആ ഒരു ബ്രൈറ്റനിങ്ങും നമ്മൾ വിചാരിച്ച മാതിരി നമ്മുടെ സ്കിന്ന് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ടാനൊക്കെ പെട്ടെന്ന് മാറി. അപ്പോൾ ഈ ഒരു റുട്ടീൻ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയാൻ ശ്രമിക്കൂ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയോ, ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു ഗുണം കിട്ടിയോ എന്നൊക്കെ ഉള്ളത്, പെട്ടെന്ന് ടാൻ റിമൂവ് ആയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് യൂസിൽ നിങ്ങൾക്ക് ആ ഒരു ഇംപ്രഷൻ കിട്ടിയോ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പം നല്ല രീതിക്ക് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു സ്കിന്നൊക്കെ നല്ലൊരു നീറ്റായി മാതിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ടാൻ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ടാൻ വരുന്നു, പുറത്തേക്ക് പോകുമ്പോൾ കരിവാളിക്കുന്നു എന്നുള്ള ഇഷ്യൂസൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതൊരു ഫേഷ്യൽ എന്ന് പറഞ്ഞാലും പക്ഷെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നതാണ്. നാച്ചുറലായിട്ടുള്ള അലോവേര എടുക്കാം. ഇനിയിപ്പോൾ നിവർത്തിയില്ല, കയ്യിലില്ലെങ്കിൽ നമുക്ക് മേടിക്കണം എടുക്കാം. എനിക്ക് നാച്ചുറൽ ആകുമ്പോൾ എപ്പോഴും നമ്മൾ നാച്ചുറലാണല്ലോ നല്ലതെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നാച്ചുറൽ കിട്ടുകയാണെങ്കിൽ അത് നല്ലത്. പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസണിൽ നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് അലോവേരയുടെ സ്കിൻ കെയർ കേട്ടോ. ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വന്നു. അത് കഴിച്ചപ്പോൾ എനിക്ക് ഒരു 3 കുരു എൻ്റെ കവിളത്ത് വന്നു. കാണാൻ പറ്റാതെ കുരുവൊക്കെ മാറി. ചെറുതായിട്ട് അതിൻ്റെ പാടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ട്. ഞാനൊരു സ്മൂത്തനിങ്ങോ എഡിറ്റിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഫിൽറ്ററൊക്കെ ഇട്ട് ഞാൻ പാടും അല്ലെങ്കിൽ അതൊക്കെ പോകണ്ടല്ലോ. ഞാൻ സംഭവങ്ങൾ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.
ബൈ, ടേക്ക് കെയർ. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എന്തായാലും പറയാൻ മറക്കരുത്. ബൈ.